ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. സോ ഇന്നലെ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ സസ്പെൻസും വെച്ചിട്ടായിരുന്നു നമ്മൾ നിന്നിട്ട് പോയത് അല്ലേ. അതായത് നമുക്കൊരു നെഗറ്റീവ് കിട്ടി, DIJ വാല്യൂസിൽ ഇങ്ങനെയല്ലേ കിട്ടിയത്, ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടി, സ്റ്റക്കായി. അതുകൊണ്ട് നമ്മുടെ സൊല്യൂഷൻ ഒപ്റ്റിമം അല്ല. അതായത് നമ്മൾ ഈ കണ്ടുപിടിച്ച അലോക്കേഷനിൽ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 80 അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. അതിനേക്കാളും ഇനിയും ചുരുക്കാം എന്നുള്ളതാണ് ആ സൈൻ, നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്തത്. അപ്പോൾ അതിനി എങ്ങനെ ശരിയാക്കാൻ പോകുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. സോ വാട്ട് യു ടു ഡു ഹിയർ ഇസ്, എവിടെയാണ് പ്രശ്നം സംഭവിച്ചതെന്നുള്ളത് നോക്കാം. അതായത് എവിടെയാണെന്ന് നോക്കിക്കേ, ഏത് പ്ലേസിലാണ് മൈനസ് വന്നേക്കുന്നത്, എവിടെയാണ് ഈ സെക്കൻഡ് റോ സെക്കൻഡ് കോളം പ്ലേസ് അല്ലേ. അതായത് ഇവിടെ എവിടെയാണ് സെക്കൻഡ് റോ സെക്കൻഡ് എന്ന് വെച്ചാൽ 3. ആ 3യുടെ അവിടെ ഒരു അലോക്കേഷൻ വന്നിരുന്നെങ്കിൽ അത് ഓക്കെ ആയിരുന്നു. അതായത് അതൊരു റൂട്ടാണ്, ആ റൂട്ടിൽ കൂടി പോയിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരില്ലായിരുന്നു എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതിന് എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് കുറേ റൂൾസ് ഉണ്ട്. അതായത് ഞാനൊരു കഥ പറയണ പോലെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു അലോക്കേഷൻ വേണം, നിങ്ങളുടെ ഭാഷയിലായിട്ട് ഞാൻ പറഞ്ഞു തരണേ. ഇവിടെ ഒരു അലോക്കേഷൻ വേണം. അപ്പോൾ അതിന് ഇയാൾക്ക് കടം മേടിക്കണം, ബോറോ ചെയ്യണം. ആരുടെ കയ്യിലാണ് ബോറോ മേടിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കോളത്തിൽ നിന്ന് മാത്രമേ അയാൾക്ക് ബോറോ മേടിക്കാൻ പറ്റുള്ളൂ, വേറെ ആരുടെ കയ്യിൽ നിന്നും ബോറോ മേടിക്കാൻ പറ്റില്ല. ഇയാൾക്കൊരു എമൗണ്ട്, എനിക്കൊരു കാശ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറ്റ സുഹൃത്തുക്കളായിട്ട് പറയുന്നത് ഈ കോളത്തിൽ വരുന്ന എലമെൻറ്റാണ്. അപ്പോൾ ഇതാ 7നോട് ചോദിച്ചു, 7ൻ്റെ നിന്ന് കിട്ടുമോ? ഇല്ല, 7ൻ്റെ കയ്യിൽ കാശില്ല. 4 റെഡിയാണ് അല്ലേ, എത്ര രൂപ കൊടുക്കാൻ? 7 രൂപ കൊടുക്കാനും അവൻ റെഡിയാണ്. 6 എത്രയുണ്ട്? അവൻ്റെ കയ്യിലുണ്ട് കാശ്, എത്രയുണ്ട്? 2 ഉണ്ട്. അപ്പോൾ കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല, മേടിക്കാൻ പോവാന്ന് ഓർത്തോ. അപ്പോൾ എന്താ, ഞാൻ ഈ 7 കൊടുത്തു എന്ന് ഓർത്തോ, ഈ 3ലേക്ക് കൊടുത്തു എങ്കിൽ 4ന് ഇനി കാശുണ്ടോ? ഇല്ല അല്ലേ. പക്ഷെ എന്ത് ചെയ്യണം, 3ക്ക് 7 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇവിടെ നമ്മളിപ്പോൾ 7 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ നോക്കുമ്പോൾ 7 നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല, 7 കിട്ടുന്നില്ല. ഇവിടെയാണെങ്കിലോ 7 + 8 15, അത്ര വേണ്ട, നമുക്ക് 8 മതി. അപ്പോൾ കടം മേടിച്ചു എന്നുണ്ടെങ്കിൽ ആ കടം തിരിച്ചു കൊടുക്കണം. ആരാ തിരിച്ചു കൊടുക്കണേന്നറിയോ? ഈ 3യുടെ കോളം അല്ല, റോ നെയ്ബേഴ്സ്, ഇങ്ങനെ ഈ 3യുടെ ഇപ്പുറത്തുള്ള നെയ്ബേഴ്സ് ആരെങ്കിലും വേണം കടം തിരിച്ചു കൊടുക്കാൻ. അപ്പോൾ 3യുടെ കയ്യിൽ കൊടുക്കാനുണ്ടോ? ഇല്ല. കൊടുക്കാനുള്ളത് ആർക്കാണ്? 1ൻ്റെ കയ്യിലുണ്ട്. എത്രയുണ്ട്? 8 ഉണ്ട്. 8 കൊടുക്കണോ? വേണ്ട. കടം മേടിച്ചത് എത്രയാ? 7 ആണ്. ആ 7 കൊടുത്താൽ മതി. കൊടുക്കേണ്ടത് ആർക്കാ? മേടിച്ചത് ഏത് റോയാണോ ആ റോയ്ക്ക്. അതായത് എവിടെയാ? ഇങ്ങോട്ടല്ല കൊടുക്കേണ്ടത്, ഇയാളുടെ നേരെയുള്ള ആരാണോ അയാൾക്ക് കൊടുക്കണം. മേടിച്ചത് 4 ആണെങ്കിൽ പോലും കൊടുക്കേണ്ടത് ആരാണോ കൊടുക്കുന്നത് അയാളുടെ നേരെയുള്ളവരിൽ നിന്നേ ക്യാഷ് ഡീലിങ്സ് പറ്റുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. 7 ഇവിടെയാണ്. ഈ 7 4 കൊടുക്കണമെങ്കിൽ 4ൻ്റെ കയ്യിൽ 7 പോയി, പക്ഷേ ആ 7 ആരെങ്കിലും ആയിട്ട് തിരിച്ചു കൊടുക്കണം. ഈ തൊട്ടടുത്തുള്ള നെയ്ബേഴ്സ് ആരെങ്കിലും തിരിച്ചു കൊടുക്കണം. 3ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 3യുടെ കയ്യിൽ 7 ഉണ്ടെങ്കിൽ 3 ആർക്ക് കൊടുത്തേനെ? 5K കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ 3യുടെ കയ്യിലൊന്നുമില്ല, അപ്പോൾ പോയി. 1ന് കൊടുക്കണമെങ്കിൽ ആർക്ക് കൊടുക്കണം? മേടിച്ചത് 4 ആണെങ്കിലും കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനത്തെ തമ്മിലുള്ള ഡീലിങ്സേ ഉള്ളൂ. അപ്പോൾ ആരുടെ കൊടുക്കും? ഇയാളുടെ കൊടുക്കും. മുഴുവൻ കൊടുക്കണോ? വേണ്ട. എത്ര കൊടുത്താൽ മതി? 7 മാത്രം കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഞാനത് കൊടുത്തു എന്ന് ഓർത്തു കേട്ടോ. അപ്പം ഞാൻ ഈ 3ക്ക് 7 കൊടുത്തു. 7 തിരിച്ചു കൊടുക്കേണ്ടത് ആരാ? ഇയാൾ. അതെത്രയുണ്ടാവും? 8ന്ന് 7 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 1. 7 ആർക്കാ കൊടുക്കേണ്ടത്? ഈ താഴെയുള്ള ഈ ഇങ്ങനെ ഡീലിങ്സ് പറ്റുള്ളൂ. ഇങ്ങനെ കൊടുത്തു. ക്ലിയർ ആയോ കുട്ടികളെ? അപ്പം നോക്കിക്കേ, ഞാൻ വെച്ച് നോക്കി. 5 7 1 8 7 14 7 9 7 8 10 18. കറക്റ്റ് ആയല്ലോ. ഇപ്പം എല്ലാം ഓക്കെ ആയി, ശരിയായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിച്ച് കടക്കാൻ പോവുകയാണ്. പക്ഷെ അതിന് മുമ്പ് ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഡീജനറസി ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡീജനറസി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡീജനറസി എങ്ങനെയാണ് നോക്കുന്നത്? നമ്പർ ഓഫ് അലോക്കേഷൻ ഷുഡ് ബി ഈക്വൽ ടു m + n - 1. നമ്പർ ഓഫ് അലോക്കേഷൻസ് എത്ര വരെയാണെന്ന് നോക്കിക്കേ. 1 2 3 4 5 6 7. ഓക്കെ, അപ്പോൾ അലോക്കേഷൻ 7. റോ എത്ര എണ്ണം ഉണ്ട്? 4 റോ. കോളം എത്ര എണ്ണം ഉണ്ട്? 3 - 1. അപ്പം 4 3 7 7 - 1 6. കണ്ട, ഡീജനറസി ഒരു പ്രശ്നമായേക്കുക. ഈക്വൽ വന്നിട്ടില്ല. ഈക്വൽ വന്നെങ്കിൽ ഈ കടം മേടിച്ച ആൾ ശരിയല്ല, അയാൾ ഇൻട്രസ്റ്റ് കുറേ മേടിക്കുന്ന ആളാണെന്നുള്ള രീതിയിലൊക്കെ അതൊന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് മേടിച്ചത് ശരിയായില്ല. നമുക്കിപ്പം കടം മേടിക്കാൻ പലരും ഉണ്ടെങ്കിലും നമുക്ക് പറ്റുന്ന ഒരാളുടെ അടുത്ത് നിന്നല്ലേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർക്ക് മനസ്സിലായി 4ൻ്റെ അടുത്ത് മേടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ അതെല്ലാം വീണ്ടും മായ്ച്ചു കേട്ടോ. അപ്പോൾ പഴയപടിയായി വീണ്ടും ഞാൻ മായ്ക്കുകയാണ്. 4ൻ്റെ മേടിച്ചത് വേണ്ട നമുക്ക്. ഇതെന്താ 8.
പഴയ പോലെ. പക്ഷെ സ്റ്റിൽ 3 ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി. വേറെ ഒരാളുടെ വേണ്ടി മേടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ. ആരുടെ നിന്ന് മേടിക്കാം? ഇനി ആരുടെ നിന്ന് മേടിക്കാം? 6ന്റെ നിന്ന് മേടിക്കാം അല്ലേ? 6ന്റെ നിന്ന് കടം മേടിച്ച് നോക്കാം. അപ്പം എന്ത് സംഭവിക്കും നോക്കാം. അപ്പം നോക്കിക്കേ, ഈ 2 എങ്ങോട്ട് പോകണു? ഈ ആളുടെ അടുത്ത് പോകണം. ഇനി 2 അവിടെ ഉണ്ടാവോ? ഇല്ല. 2 എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും. അപ്പോൾ ഈ മേടിച്ച 2 ആരെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? ആർക്കൊക്കെ കൊടുക്കാം? ഒന്നുകിൽ ഈ 3ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഈ 1ന് കൊടുക്കാം. 3ക്ക് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ എങ്ങോട്ടാണ് കൊടുക്കേണ്ടത്? ഈ താഴത്തേക്കുള്ള റോയിലേക്കാണ് കൊടുക്കണം. കാരണം താഴത്തെ റോയിൽ നിന്നാണ് മേടിച്ചത്. കൊടുക്കുന്നത് ഈ നേരെ 1ന്, 6ലോട്ടല്ല, ഈ 1ന് കടം കൊടുക്കുന്നത്. പക്ഷെ കൊടുക്കാനുണ്ടോ? ഇല്ല. പിന്നെ ആര് കൊടുക്കും? ഈ 1ന് കൊടുക്കാം അല്ലേ? 1ന് എത്ര കൊടുക്കാം? 8ന് എത്ര കൊടുക്കാം? 2 കൊടുക്കാം. 2 കൊടുക്കുമ്പോൾ ഇതെന്തായി മാറും? 8ന് 2 പോയി കഴിഞ്ഞാൽ 6 മാറും. 2 ആർക്ക് കൊടുക്കണം? 3rd റോയിൻ്റെ ഇയാളുടെ നേരെയുള്ള പൊസിഷൻ. അപ്പോൾ എത്ര? അയാൾക്ക് ഓൾറെഡി എത്രയുണ്ട്? 10 രൂപ പോക്കറ്റിലുണ്ട്. 2 രൂപയും കൂടി കൊടുക്കുമ്പോൾ എന്താവും? 12 മാറി. ഇനി ഒന്ന് ഡീജനറസി നോക്കാം ശരിയായോ എന്നുള്ളത്. നമ്പർ ഓഫ് അലോക്കേഷൻ എത്രയാ? 1 2 3 4 5 6. കണ്ട? അപ്പോൾ 6 = 6 വന്നു. അപ്പോൾ ഡീജനറസി ഓക്കെ. അപ്പോൾ നമുക്ക് കടം മേടിക്കേണ്ട ആളാരാന്ന് മനസ്സിലായോ? താഴെ നമ്മളുടെ അപ്പോൾ പുതിയൊരു അലോക്കേഷൻസ് വന്നു അല്ലേ? നമ്മൾ ഈ പ്ലേസിൽ 3 ഓക്കെ ആണെന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ 3ക്ക് ഒരു അലോക്കേഷൻ കൊടുത്തു. വേറെ ഏതോ ഒരാളിൽ നിന്നും അലോക്കേഷൻ ഈ റൂട്ട് പോകാതെ ഈ റൂട്ടിൽ പോയി എന്നുള്ളതാണ് മനസ്സിലായി. ഇത് ഒരു ജസ്റ്റ് ട്രയലാണ്. ഇനി ഇത് ശരിയാണോ എന്നുള്ളത് നമ്മൾ നോക്കാൻ പോവുക. ഇത് ശരിയാണോ എന്ന് നോക്കാനായിട്ട് ഇനി എന്ത് കാണണം? പഴയ പോലെ തന്നെ പുതിയ UV വാല്യൂസ് ഒക്കെ കണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 3 ടേബിളൊക്കെ വരച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ നമുക്ക് UV വാല്യൂസ് കാണാം. എങ്ങനെ കാണാൻ നോക്കാം കേട്ടോ. So we can calculate UV values now. നോക്കി എവിടെ അലോക്കേഷൻ വന്നേക്കുന്നത്? ഞാൻ നെയിം ചെയ്യുവാണ് കേട്ടോ ആദ്യമേ. U1, U2, U3, U4. അതായത് ഇന്നലെ ചെയ്ത സെയിം സ്റ്റെപ്സ് വീണ്ടും ഫോളോ ചെയ്ത് we must get Dij value as positive. അതുവരെ പോകണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും നമ്മൾ. ഓക്കെ. അപ്പോൾ ആദ്യത്തെ പൊസിഷൻ പറഞ്ഞോ എന്താ? U1 + V1 = 2. അടുത്തത് U2 + V2 = 3. അടുത്തത് U2 + V3 = 1. പിന്നെ U3 + V2 = 4. പിന്നെ U4 + V1 = 1. And finally U4 + V3 = 2. These are the 6 allocations, right? അപ്പോൾ ഇതിൽ നമുക്ക് പിന്നെ എന്ത് നോക്കണം? ഏതെങ്കിലും ഒരാൾക്ക് 0 കൊടുക്കണം അല്ലേ? എന്നാലല്ലേ ബാക്കിയുള്ളവരെയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആ 0 കിട്ടാനായിട്ട് മാക്സിമം വന്നിരിക്കുന്ന ആരാന്ന് നോക്കാം. ഫസ്റ്റ് റോയിൽ ഒരാളേ ഉള്ളൂ, അത് വേണ്ട. സെക്കൻഡ് റോ നോക്കിയാൽ 2 പേര് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ U2ന് 2 പേര് വന്നിട്ടുണ്ട്. U3ക്ക് 1, അപ്പോൾ അത് വിട്ടേക്കാം. U4ന് 2 വന്നിട്ടുണ്ട്. ഓക്കെ, ആക്സെപ്റ്റഡ്. V1ന് 2, V2ന് 2, V3ക്ക് 2. ഇന്നലെ ഓർമ്മയുണ്ടോ? ഒരാൾക്ക് 3 വന്ന ആൾക്കാരിന് നമ്മൾ 0 കൊടുത്തത്. ഇതിപ്പോൾ അങ്ങനെയില്ല. എല്ലാവരും വന്നവരെല്ലാവരും എന്താ? 2 തന്നെയാണ്. അപ്പോൾ ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് 0 ഇട്ട് കൊടുത്തോ. ആ 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വ്യത്യാസങ്ങൾ വരും. അത് ഞാൻ പറയാം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക്, ഇപ്പോൾ ഐ എം ചൂസിങ് ദ ഫസ്റ്റ് എലമെൻറ്റ് ഇറ്റ്സെൽഫ്. U2ന് 0 കൊടുക്കാം. അപ്പം U2ന് 0 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഹിയർ ഐ എം ഗോയിങ് ടു കാൽക്കുലേറ്റ് U1, U2, U3, U4 വാല്യൂസ്. അതിൽ U2 ഓൾറെഡി ഞാൻ 0 ആക്കി. V1, V2, V3 അറിയണം. അത് ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് U2 ഓൺലി വി ക്യാൻ കാൽക്കുലേറ്റ് ദ റെസ്റ്റ് ഓഫ് ദ വാല്യൂസ്. U2 0 ആയിക്കഴിഞ്ഞാൽ നമ്മൾ U2 വരുന്ന ഇക്വേഷൻ എടുക്കാം. ഏതോ U2 വരുന്നതാ? U2 + V2. U2 എന്താണ്? 0. അപ്പോൾ 0 + V2 = 3. അവിടെ നിന്ന് നമുക്ക് ആരെ കിട്ടി? V2 എന്താ? 3 നമ്പർ കിട്ടി. ഓക്കെ. അടുത്ത എന്താ? അടുത്ത നോക്കിയാൽ U2 വരുന്ന ഇക്വേഷൻ തന്നെ. U2 is 0. 0 + V3 = 1. അപ്പോൾ എന്താ? V3 നമുക്ക് അതൊന്ന് കിട്ടിയില്ലേ? V3 എന്താ? 0 + V3 = 1 എന്നും പറഞ്ഞാൽ അതും കിട്ടി. അടുത്തത് നോക്കിക്കേ. ഇതാ ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരാം. U1ഉം V1ഉം ഈ ഇക്വേഷൻ എടുത്തിട്ട് കാര്യമില്ല. കാരണം എനിക്ക് U1ഉം കിട്ടിയിട്ടില്ല, V1ഉം കിട്ടില്ല. അതപ്പോൾ അവിടെ പെൻഡിങ് ഇടാം. അടുത്ത ഇക്വേഷൻ നോക്കുക. U3 നമുക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. V2 കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്, കിട്ടിയിട്ടുണ്ടോ? ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് ദാറ്റ് പർട്ടിക്കുലർ ഇക്വേഷൻ. അപ്പോൾ നോക്കിക്കോ. U3 അറിയില്ല. V2 ഇപ്പോൾ കിട്ടി. എത്രയാ? 3 = 4. അപ്പോൾ U3 എന്താ? 4 - 3 = 1. അപ്പോൾ U3 കിട്ടി, 1 എന്ന് പറഞ്ഞ് കിട്ടി. അടുത്ത നോക്കുക. U4 കിട്ടിയിട്ടുണ്ടോ? നമുക്ക് ഇല്ല. V1ഓ? V1ഉം കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഇക്വേഷൻ അവിടെ പെൻഡിങ് ഇടാം. അടുത്ത ഇക്വേഷൻ നോക്കാം. U4 + V3. U4 അറിയോ? ഇല്ല. പക്ഷേ V3 അറിയാം. അപ്പോൾ വി ക്യാൻ ടേക്ക് ദിസ് ഇക്വേഷൻ. U4 + V3 = 2. അപ്പോൾ U4 എത്രയാ? അറിയില്ല.
v3 എത്രയാ 1 ആണ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ u4 ഇസ് ഈക്വൽ ടു 1 അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 2 മൈനസ് 1 ഇറ്റ്സ് 1. അപ്പോൾ 1 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ആരൊക്കെ വേണം? u1ഉം v1ഉം വേണം. അപ്പോൾ u1ഉം v1ഉം കൂടി കിട്ടാനായിട്ട് ഫസ്റ്റ് വൺ ഇക്വേഷൻ എടുത്തിട്ട് കാര്യമില്ല. u1 അറിയില്ല, v1 അറിയില്ല. വേറെ ആരെങ്കിലും എടുക്കാണ്ടോ നോക്കിയതാ, ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, u4 പ്ലസ് v1. ഞാൻ ഇവിടെ കാണിക്കാം. u4 പ്ലസ് v1 ഇസ് ഈക്വൽ ടു 1. അതിൽ u4 ഇപ്പോൾ ഓൾറെഡി കിട്ടി. അപ്പോൾ 1 പ്ലസ് v1 ഇസ് ഈക്വൽ ടു 1. v1 ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 ഇറ്റ് ഇസ് 0. അപ്പോൾ v1 എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ കൊണ്ടിടാലോ. ഇപ്പോൾ ആരെ കിട്ടി? നമുക്ക് v1 കിട്ടി. അപ്പോൾ u1 പ്ലസ് 0 ഇസ് ഈക്വൽ ടു 2. അപ്പോൾ u1 എന്തായി കിട്ടി? 2 എന്നും പറഞ്ഞ് കിട്ടി. കണ്ടോ? അപ്പോൾ യു ഗോട്ട് ദീസ് വാല്യൂസ്. അത് ആരെ ഇട്ടപ്പോഴാണ്? u2 0 കിട്ടിയപ്പോഴാണ്. നിങ്ങൾ വേറൊരാളെ നിന്ന് കിട്ടുന്നെങ്കിൽ ഈ ആൻസേഴ്സ് കിട്ടില്ല, വേറെ ആൻസർ കിട്ടുമെങ്കിലും ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ കിട്ടും. കാര്യം ഇതിൽ വ്യത്യാസം വരും, പക്ഷെ ലാസ്റ്റ് ആൻസർ ഫൈനൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ അനദർ സ്ലൈഡ്.